നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പട്ടാമ്പി പുലാമന്തോൾ പാതയിലെ ആമയൂരിൽ KSRTC ബസ് സ്കൂട്ടറിലിടിച്ച് അമ്മയ്ക്കും മകൾക്കും പരിക്ക്. കഴിഞ്ഞ ദിവസം വൈകുന്നേരമായിരുന്നു അപകടം. പട്ടാമ്പി പുലാമന്തോൾ പാതയിലെ ആമയൂർ സ്കൂളിന് സമീപത്താണ് KSRTC ബസ് സ്കൂട്ടറിലിടിച്ച് അമ്മയ്ക്കും മകൾക്കും പരിക്ക് പറ്റിയത്. ഞാങ്ങാട്ടിരി കടവിൽ ഒറ്റക്കണ്ടത്തിൽ നുസ്രത്ത് 27 വയസ്സ്, മകൾ കെൻസ ഫാത്തിമ 8 വയസ്സ് എന്നിവർക്കാണ് പരിക്ക് പറ്റിയത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരം 6 മണിയോടെയായിരുന്നു അപകടം. പട്ടാമ്പി ഭാഗത്തു നിന്നും പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് പോകുകയായിരുന്നു KSRTC ബസ്. ഇതേ ദിശയിൽ പോകുകയായിരുന്ന സ്കൂട്ടറിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടം ഉണ്ടായതെന്നാണ് പറയുന്നത്. പരിക്ക് പറ്റിയ രണ്ടുപേരെയും ആദ്യം പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് തൃശൂരിലേക്കും മാറ്റി. കൊപ്പം പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. വാവന്നൂർ പള്ളിയിൽ നിന്നും ഐഫോൺ കവർച്ച. മോഷ്ടാവിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. പ്രദേശത്ത് നിന്നും മറ്റൊരു ബൈക്കും മോഷണം പോയെങ്കിലും രാത്രിയോടെ കണ്ടെത്തി. കൂറ്റനാട് വാവന്നൂർ ജുമാ മസ്ജിദിൽ നമസ്കരിക്കാനെത്തിയ വാവന്നൂർ സ്വദേശി വാച്ചാക്കൽ വീട്ടിൽ മുഹമ്മദിന്റെ ഐഫോണാണ് മോഷണം പോയത്. വ്യാഴാഴ്ച വൈകിട്ട് 4 മണിക്കായിരുന്നു മോഷണം നടന്നത്. നിസ്കാരത്തിനിടെ ഫോണും വാഹനത്തിന്റെ താക്കോലും ജനലിനടുത്താണ് വെച്ചിരുന്നത്. ആളുകൾ പ്രാർത്ഥിക്കുന്നതിനിടെ നീല ജീൻസും കറുത്ത ഷർട്ടും ധരിച്ച മോഷ്ടാവ് എന്ന് സംശയിക്കുന്ന യുവാവിന്റെ ദൃശ്യങ്ങൾ പള്ളിയിലെ CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. ജനലിൽ വെച്ച ഫോൺ കൈക്കലാക്കിയ ശേഷം ഇയാൾ ബാഗും എടുത്ത് സ്ഥലം വിടുകയായിരുന്നു. മുഹമ്മദിന്റെ പരാതിയിൽ ചാലുശ്ശേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഇതിനിടെ സമീപത്ത് നിന്നായി ഒരു ഇരുചക്ര വാഹനവും മോഷണം പോയെങ്കിലും രാത്രിയോടെ കണ്ടെത്തുകയായിരുന്നു. വാവന്നൂരിൽ മോഷണം പോയ ഇരുചക്ര വാഹനം ഇന്ധനം തീർന്ന് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. കൂറ്റനാട് പിലാക്കാട്ടിരി സ്വദേശി ഷിനോയുടെ ചുവന്ന നിറത്തിലുള്ള ഹീറോ പാഷൻ ബൈക്കാണ് കാണാതായത്. കുന്നംകുളത്ത് പഠിക്കുന്ന ഷിനോയ് രാവിലെ ക്ലാസ്സിന് പോകാൻ നേരം വ്യാഴാഴ്ച രാവിലെ 8:45 ബൈക്ക് നിർത്തിയിട്ടത്. വൈകിട്ട് എത്തിയപ്പോഴാണ് വാഹനം കാണാതായതായി മനസ്സിലായത്. തുടർന്ന് പരിസരത്തുടനീളം തെരച്ചിൽ നടത്തിയെങ്കിലും ബൈക്ക് കണ്ടെത്താനായില്ല. ചാലിശ്ശേരി പോലീസിൽ പരാതി നൽകിയെങ്കിലും ഇതിനിടെ രാത്രി 7 മണിയോടെ വാവന്നൂർ ഭാഗത്തെ റബ്ബർ എസ്റ്റേറ്റ് പരിസരത്ത് ബൈക്ക് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. വാഹനത്തിന്റെ ഇന്ധനം കഴിഞ്ഞതോടെ മോഷ്ടാവ് ബൈക്ക് ഉപേക്ഷിച്ച് കടന്നു കളയുകയായിരുന്നുവെന്നാണ് നിഗമനം. കണ്ടില്ല, ക്യാമറ ഒക്കെ ചെക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുക്കുള്ളൂ പറഞ്ഞു. സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുത്ത് ഞങ്ങൾ വരുമ്പോൾ ഒരു 7 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ആ ടൈമിൽ ഞങ്ങൾ ചെക്കന്മാരും എല്ലാവരും കൂടി സെർച്ച് ചെയ്തപ്പോൾ അവിടെ ഒരു റബ്ബർ ഗാർഡ് ഉണ്ട് വാവന്നൂർ പള്ളിയുടെ അവിടെ നിന്ന് ഒരു 300 മീറ്ററൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങൾക്ക് വണ്ടി കിട്ടണത്. അത്യാവശ്യം എണ്ണ ഉണ്ടായിരുന്നു, ഒരു 100 രൂപയ്ക്കുള്ള എണ്ണ ഉണ്ടായിരുന്നു. അത്യാവശ്യം വണ്ടി ഓടിയിട്ടുണ്ട്. അത്യാവശ്യം കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. സ്ക്രാച്ച് വർക്കൊക്കെ സംഭവമുണ്ട്. അതായത് വണ്ടി തിരിച്ച് കിട്ടി കയ്യിൽ. ഓങ്ങല്ലൂർ പാറപ്പുറം പമ്പ് ഹൗസ് റോഡിന്റെ കട്ടവിരിക്കൽ പ്രവൃത്തികൾ പൂർത്തിയായി. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഓങ്ങല്ലൂർ പമ്പ് ഹൗസ് റോഡ് കട്ടവിരിക്കൽ പ്രവൃത്തികൾ പൂർത്തിയാക്കിയത്. 10 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചായിരുന്നു നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കിയത്. നിർമ്മാണം പൂർത്തിയായ റോഡ് ഗതാഗതത്തിന് തുറന്നുകൊടുത്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ വർഷത്തെ ആദ്യത്തെ പദ്ധതിയാണ് പൂർത്തീകരണം ചെയ്ത് ഇന്ന് ഇവിടെ ഉദ്ഘാടനത്തിൽ ഒരുങ്ങിയിരിക്കുന്നത്. നമുക്കറിയാം, പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, റോഡിന് മാത്രമല്ല മറ്റ് ഒരുപാട് മേഖലയിൽ നമുക്ക് വികസനം എത്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പരിമിതമായ ഫണ്ടുകളിൽ നിന്നുകൊണ്ടാണ് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. റോഡിന് മാത്രമല്ല, നമുക്കറിയാം നമ്മുടെ നാട്ടിലേക്ക് വരുന്ന കാർഷിക മേഖലയിലായാലും അതുപോലെ തന്നെ SC/ST വിഭാഗക്കാരുടെ, അതുപോലെ ക്ഷീര കർഷകർ, അതുപോലെയുള്ള ഒരുപാട് മേഖലയിലേക്ക് നമുക്ക് ഫണ്ടുകൾ മാറ്റി വെക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ മെമ്പർമാർക്കും അവരുടെ ആവശ്യത്തിനനുസരിച്ച് തന്നെ നമുക്ക് കൊടുക്കാൻ ചിലപ്പോൾ സാധിക്കില്ല. കാരണം 15 മെമ്പർമാരുണ്ട്. അപ്പോൾ കിട്ടുന്ന ഫണ്ട് കൊണ്ട് 15 മെമ്പർമാർക്കും വീതിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എന്തായാലും സൈതാലിയാക്ക വന്നതിന് ശേഷം നിരവധി വികസന പ്രവർത്തനങ്ങൾ സൈതാലിയാക്ക ഡിവിഷനിൽ നടത്തിയിട്ടുണ്ട് എന്ന് സൈതാലിയാക്ക പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രജി ഗോപാലകൃഷ്ണൻ അധ്യക്ഷയായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി സേതലവി, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP രജീഷ്, വാർഡ് മെമ്പർ VK നസീജ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ഈ വർഷത്തെ തൃത്താല ദേശോത്സവം വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വെള്ളിയാഴ്ച രാത്രി വിവിധ ആഘോഷ കമ്മിറ്റികളുടെ ദഫ്മുട്ട്, സ്റ്റേജ് പ്രോഗ്രാമുകൾ, ഗാനമേള എന്നിവയോടെ ആഘോഷ പരിപാടികൾക്ക് തുടക്കമാകും. ശനിയാഴ്ച വാണിഭം, വിവിധ കലാപരിപാടികൾ എന്നിവ ഉണ്ടാകും. ഞായറാഴ്ച രാവിലെ 9:30 കേരളത്തിലെ പ്രശസ്ത ആനകൾ അണിനിരക്കുന്ന ഗജസംഗമം, വൈകിട്ട് 4-ന് 22-ൽ പരം ഉപകമ്മിറ്റികൾ അണിനിരക്കുന്ന ഗജ ഘോഷയാത്ര മേഴത്തൂർ സെന്ററിൽ നിന്നും തൃത്താലയിലേക്ക് പുറപ്പെടും. ബാൻഡ് വാദ്യം, DJ സംഗീതം, വിവിധ കലാപരിപാടികൾ എന്നിവ ഘോഷയാത്രയ്ക്ക് അകമ്പടിയേകും.
കേന്ദ്ര ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് മുഹമ്മദ് കൊപ്പത്ത്, സെക്രട്ടറി KP ശ്രീനിവാസൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. തീർച്ചയായിട്ടും ഒരു വലിയ ജനകീയ പങ്കാളിത്തമുള്ള ആഘോഷമായിട്ട് മാറുകയാണ്. ദിവസങ്ങളായി പല കമ്മിറ്റികളും അവിടെ ആഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയ തയ്യാറെടുപ്പ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 8-ാം തീയതിയാണ് ബഹുമാന്യനായ തല MLA-യും തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രിയുമായിട്ടുള്ള ശ്രീ MP രാജേഷ് ഈ പരിപാടിയുടെ ഭാഗമായിട്ടുള്ള എക്സ്പോ അതിന് ഉദ്ഘാടനം നിർവഹിച്ച് 16-ാം തീയതി കാലത്ത് ഗജസംഘം സെൻട്രലാണ് നടത്താറ്. അപ്പോൾ നമ്മൾ ബാരിക്കേഡും കെട്ടാൻ പറഞ്ഞിട്ടുണ്ട്. ഫൈനൽ സജ്ജീകരണം നമ്മൾ അതിൻ്റെ ഒരുക്കങ്ങളിലാണ്. പിന്നെ ഘോഷയാത്ര നമ്മൾ അവസാനിപ്പിക്കുന്നത് സാധാരണ നമ്മളെ വട്ടത്താണ് ആ റോഡിനായിട്ട് അവസാനിപ്പിക്കുന്നത്. ഇപ്പോൾ നമ്മൾ മുമ്പിൽ തിരിഞ്ഞ് വെസ്റ്റ് എടുത്താലെന്ന് കനാൽ വഴി തിരിഞ്ഞ് ഖബർസ്ഥാൻ്റെ ഭാഗത്താണ് നമ്മൾ എല്ലാ സജ്ജീകരണം ചെയ്തിട്ടുള്ളത്. GHSS വരവൂർ, GVHSS ദേശമംഗലം എന്നിവിടങ്ങളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ സംയുക്ത പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. വരവൂർ സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടന്ന പരിപാടിയിൽ ചേലക്കര MLA UR പ്രദീപ് സല്യൂട്ട് സ്വീകരിച്ചു. ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ P സാബിറ, വരവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത, വരവൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK ബാബു, PTA പ്രസിഡന്റുമാരായ VG സുനിൽ, ദിലീപ്, വാർഡ് മെമ്പർ സേതുമാധവൻ, ചെറുതുരുത്തി SHO A അനന്തകൃഷ്ണൻ, സബ് ഇൻസ്പെക്ടർ AR നിഖിൽ, പ്രധാന അധ്യാപകർ, PTA ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. പരേഡ് കമാൻഡർ VK വൈഷ്ണവി, സെക്കൻഡ് കമാൻഡർ മുഹമ്മദ് റയാൻ, മറ്റ് കമാൻഡർമാരായ ആതിര M മനോജ്, PM നിതിൻ, DK അഭിജിത്ത്, NS അനഘ എന്നിവർക്ക് ട്രോഫി വിതരണം ചെയ്തു. ഡ്രിൽ ഇൻസ്ട്രക്ടർമാരായ ജയശ്രീ, ഡിജോ വാഴപ്പള്ളി, TP പ്രസാദ്, ശ്രുതി എന്നിവരെ മൊമെന്റോ നൽകി ആദരിച്ചു. പരേഡ് പരിശീലനത്തിന് നേതൃത്വം നൽകിയ സബ് ഇൻസ്പെക്ടർ AR നിഖിലിന് പ്രത്യേക പുരസ്കാരം നൽകി. സെക്കൻഡ് ഇൻ കമാൻഡറുമാണ് ഇപ്പോൾ ആദരണീയനായ വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വരവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സീനിയർ കേഡറ്റ് കുമാരി ആതിര M മനോജ് നയിക്കുന്ന 1ാമത്തെ പ്ലട്ടൂണാണ് വിശിഷ്ടാതിഥിക്ക് ആദരവ് അർപ്പിച്ചുകൊണ്ട് ഡയസിന് മുന്നിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ദേശമംഗലം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സീനിയർ കേഡറ്റ് മാസ്റ്റർ അഭിജിത്ത് KD നയിക്കുന്ന 2ാം നമ്പർ പ്ലട്ടൂണാണ് ഇപ്പോൾ വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഡയസിന് മുന്നിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. 6 മണിക്ക് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നിങ്ങളുടെ പ്രാക്ടീസുമായി ബന്ധപ്പെട്ട് നേരത്തെ വന്ന് കുറേ നേരമായി ഇത് നിൽക്കുന്നു. വെയിലിൻ്റെ ചൂടായാലും വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചുരുക്കുകയാണ്. ഏറ്റവും രസം തോന്നി നിങ്ങളുടെ ഈ പരേഡ് കണ്ടപ്പോൾ. ഡൽഹിയിലെ പരേഡ് ഗ്രൗണ്ടിലാണോ നമ്മൾ നിൽക്കുന്നത് എന്ന് വരെ തോന്നിപ്പോവും. വളരെ അച്ചടക്കത്തോടു കൂടി രസകരമായി നിങ്ങൾ അവതരിപ്പിച്ച അല്ലെങ്കിൽ നടത്തിയ ഈ പരേഡ് ഏറ്റവും അധികം അഭിമാനവും തോന്നുന്നു. 2016 MLA ആയി വന്ന ശേഷം അന്ന് ഈ മണ്ഡലത്തിൽ ഒരു സർക്കാർ സ്കൂളും ബാക്കി 2 സ്വകാര്യ സ്കൂളിലാണ് ഇത് ഉണ്ടായിരുന്നത്. അന്നത്തെ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ചേലക്കര ഏറ്റവും കൂടുതൽ ഗവൺമെൻറ് സ്കൂളുള്ള പ്രദേശവും ഗ്രാമീണ പ്രദേശമായതുകൊണ്ട് അവിടെ ഒരു ശ്രദ്ധ വേണം എന്ന് അദ്ദേഹം പറഞ്ഞതപ്പോൾ ആവശ്യപ്പെട്ട പ്രകാരം അന്ന് 4-5 സ്കൂളിലേക്കാണ് അനുവദിച്ച് തന്നത്. ഇനി നമ്മുടെ മണ്ഡലത്തിൽ ചെറുതുരുത്തി സ്കൂൾ മാത്രമാണ്. അതായത് ഇപ്പോൾ ഈ കൊല്ലം വീണ്ടും അപേക്ഷ കൊടുത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ട്, പരിഗണിക്കാം. പട്ടാമ്പിയിൽ പ്രവാസി സംഘത്തിന്റെ പ്രതിഷേധ ധർണ. കേന്ദ്ര സർക്കാരിന്റെ പ്രവാസി വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ചായിരുന്നു ധർണ നടത്തിയത്. കേന്ദ്ര സർക്കാരിന്റെ പ്രവാസി വിരുദ്ധ കേരള വിരുദ്ധ ബജറ്റിനെതിരെയാണ് കേരള പ്രവാസി സംഘം പട്ടാമ്പി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മേലെ പട്ടാമ്പിയിൽ പ്രതിഷേധ ധർണ നടത്തിയത്. CPM പട്ടാമ്പി ഏരിയ സെന്റർ അംഗം AV സുരേഷ് ധർണ ഉദ്ഘാടനം ചെയ്തു. കേരളത്തോടുള്ള അവഗണന എന്നുള്ളത് ഒരു പ്രധാന വിഷയമായി കേരളത്തിനകത്തും പുറത്തും ചർച്ച ചെയ്യപ്പെട്ടു വരികയാണ്. ചിലരതിനെ പ്രചരിപ്പിക്കുന്നത് രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസത്തിന്റെ ഭാഗമായി CPIM-ഉം ഇടതുപക്ഷവും നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണമാണ് എന്നാണ് വലതുപക്ഷ രാഷ്ട്രീയക്കാർ, അതുപോലെ വലതുപക്ഷ മാധ്യമങ്ങൾ ഇത് സംബന്ധിച്ച് പ്രചരിപ്പിക്കുന്നു. എന്നാൽ ഈ ബഡ്ജറ്റ് എന്നെല്ലാം പറയുന്നത് എല്ലാ കണക്കുകളും കാര്യങ്ങളും വെച്ചുകൊണ്ട് അവതരിപ്പിക്കുന്ന ഒന്നാണ്. ആ ബഡ്ജറ്റ് സൂക്ഷ്മമായി പരിശോധിച്ചാൽ അതിനകത്ത് വളരെ വ്യക്തമായി എന്താണ് ഓരോ സംസ്ഥാനങ്ങൾക്ക് നൽകിയത്, കേരളത്തിന് എന്താണ് നൽകിയത്,
എന്ന് കൃത്യമായി കണക്ക് ഉള്ള സാധനമാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ പരിശോധിക്കുമ്പോൾ നമുക്ക് ആ ബഡ്ജറ്റിന്റെ ആദ്യം മുതൽ അവസാനം വരെ കേരള സംസ്ഥാനത്തെ അവഗണിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത്. പ്രവാസി സംഘം പട്ടാമ്പി ഏരിയ പ്രസിഡന്റ് MP വിജയകുമാർ അധ്യക്ഷനായിരുന്നു. ഏരിയ സെക്രട്ടറി റിയാസ് കുടുമുണ്ട, ജില്ലാ വൈസ് പ്രസിഡന്റ് ഇ യാഹു, ജില്ലാ കമ്മിറ്റി അംഗം VP അബ്ദുൾ റസാഖ്, PA സൈനബ, മുജീബ് കരുവാങ്കുഴി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൂറ്റനാട്, വാവന്നൂർ, പെരിങ്ങോട് യൂണിറ്റുകൾ സംയുക്തമായി നാഗലശ്ശേരി പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൊഴിൽ നികുതി വർധനവിനെതിരെ വെള്ളിയാഴ്ച സംസ്ഥാന വ്യാപകമായി മുഴുവൻ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ഓഫീസുകൾക്ക് മുന്നിൽ നടത്തുന്ന ധർണയുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. അന്യായമായ തൊഴിൽ നികുതി വർധനയ്ക്കെതിരെ പഞ്ചായത്ത് പ്രസിഡന്റിനും പഞ്ചായത്ത് സെക്രട്ടറിക്കും വ്യാപാരികൾ നിവേദനം നൽകി. സമരത്തിന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃത്താല മണ്ഡലം പ്രസിഡന്റ് KR ബാലൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് ഷക്കീർ TP, സുധീർ PV, അശോകൻ, ഉണ്ണികൃഷ്ണൻ, രാജു, സുരേഷ് ബാബു, സലീം ചുങ്കത്ത്, സുകുമാരൻ, കൃഷ്ണപ്രസാദ്, രഘു എന്നിവർ നേതൃത്വം നൽകി. ഗവൺമെന്റ് വൻകിട കുത്തകകളെ താലോലിക്കുന്ന നയം നടപ്പാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് ചെറുകിട വ്യാപാരികൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരവധി കച്ചവട സ്ഥാപനങ്ങൾ അടച്ച് അതിന്റെ മുതലാളിമാർ മറ്റു തൊഴിലുകൾ എടുക്കുന്ന സ്ഥിതിയാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. വ്യാപാരികളെ അവഗണിക്കുന്ന സർക്കാർ നയങ്ങളിൽ പ്രതിഷേധിച്ച് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. പട്ടാമ്പിയിൽ നഗരസഭാ ഓഫീസിന് മുന്നിലായിരുന്നു ധർണ. ജില്ലാ വൈസ് പ്രസിഡന്റ് മുസ്തഫ മുളയൻകാവ് ധർണ ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി ശങ്കരമംഗലം യൂണിറ്റുകളുടെ നേതൃത്വത്തിലാണ് പട്ടാമ്പി നഗരസഭാ ഓഫീസിന് മുന്നിൽ ധർണ നടത്തിയത്. തൊഴിൽ നികുതി വർധനവ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചായിരുന്നു ധർണ. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് മുസ്തഫ മുളയങ്കാവ് സമരം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ 1000-ഓളം വരുന്ന ഗ്രാമ പഞ്ചായത്തുകളിലേക്കും 84 മുനിസിപ്പാലിറ്റികളിലേക്കും 6 കോർപ്പറേഷൻ ഓഫീസുകളിലേക്കും ഇന്ന് 4000-ഓളം വരുന്ന ഏകോപന സമിതിയുടെ യൂണിറ്റുകൾ ചേർന്ന് ധർണാ സമരം നയിക്കുകയാണ്. സാധാരണയായി ജീവിതമാർഗമായ വ്യാപാരം രാവിലെ 8 മണിക്ക് തുറന്ന് രാത്രി 10 മണിക്ക് അടച്ച് വീട്ടിൽ പോവുക എന്നതിനപ്പുറം സമരം ചെയ്യാനോ അനാവശ്യമായി നാട്ടിൽ വിഷയങ്ങൾ ഉണ്ടാക്കാനോ വ്യാപാരികൾ മെനക്കെടാറില്ല. അവരുടെ തൊഴിലെടുത്ത് അവരുടെ കാര്യം നോക്കി നാട്ടിലെ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ സഹകരിച്ച് നാട്ടിലെ സർവ വിഷയങ്ങളിലും അവരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തി സമാധാനപരമായി ജീവിതം മുന്നോട്ട് നയിക്കുന്ന ഒരു ജനവിഭാഗമാണ് വ്യാപാരികൾ. പട്ടാമ്പി യൂണിറ്റ് പ്രസിഡന്റ് ഗിരീഷ് പട്ടാമ്പി അധ്യക്ഷനായിരുന്നു. ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പത്രാസ്, സക്കീർ ഹുസൈൻ, അഡ്വക്കേറ്റ് അൻസാർ, അബുലൈസ് മറ്റു നേതാക്കളും പങ്കെടുത്ത് സംസാരിച്ചു. കൂറ്റനാട് എളവാതുക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ പൂരം കൊടിയേറി കൂത്തുകൂറയിട്ടു. ഈ മാസം 20-നാണ് പൂരാഘോഷം. പൂരദിവസം വരെ ദിവസവും കലാപരിപാടികൾ, അന്നദാനം എന്നിവ ഉണ്ടാകും. പൂരദിവസം കാലത്ത് വിശേഷ പൂജകൾ നടക്കും. വൈകിട്ട് ദേവസ്വം കമ്മിറ്റിയുടെ ആന പഞ്ചവാദ്യം എഴുന്നള്ളിപ്പ് ആദ്യം കാവുകയറും. തുടർന്ന് യുവധ്വനി, നന്ദിയങ്കോട് നവയുഗ, കുന്നത്ത് മൈത്രി, യൂത്ത് വിംഗ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ആന, പഞ്ചവാദ്യം, അകമ്പടിയോടെയുള്ള എഴുന്നള്ളിപ്പ് ഉത്സവപ്പറമ്പിലെത്തും. തുടർന്ന് കൂട്ടി എഴുന്നള്ളിപ്പിന് ശേഷം കാളി, കരുവാടി, കളിയാട്ടം, തിരുത്തിപ്പാറ, കിങ് ഓഫ് കിങ്സ്, വിനായക എന്നീ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നാടൻ കലാരൂപങ്ങൾ ക്ഷേത്രത്തിലെത്തും. രാത്രി ഇരട്ട തായമ്പക, ബാലെ, തുടർന്ന് എഴുന്നള്ളിപ്പ്, കൂട്ടി എഴുന്നള്ളിപ്പ് എന്നിവ ഉണ്ടാകും.
ആപത്തു നീക്കി തുണയ്ക്കേണമംബികേ പുഷ്പാർച്ചനയോടെ നമിച്ചിടും തിരുമുൻപിൽ പാത്രം തീരത്തി വച്ചു പടിഞ്ഞാറങ്ങാടി കല്ലടത്തൂർ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി വർണ്ണാഭമായ പരിപാടികളോടെ ആഘോഷിച്ചു. 16 ദേശങ്ങളുടെ പൂരം വരവുകൾ ക്ഷേത്ര പരിസരത്ത് സംഗമിച്ചു. തുടർന്ന് അനുഷ്ഠാന ചടങ്ങുകൾക്ക് ശേഷം കാവുംപുറത്ത് മനക്കൽ നിന്നും ദേവസ്വത്തിന്റെ എഴുന്നള്ളിപ്പോടെയാണ് പ്രധാന ആഘോഷങ്ങൾക്ക് തുടക്കമായത്. തുടർന്ന് വാദ്യമേളങ്ങൾ, എഴുന്നള്ളിപ്പുകൾ, പരമ്പരാഗത കലാരൂപങ്ങൾ എന്നിവ ഉത്സവ പറമ്പിലെത്തി. തുടർന്ന് ഗംഭീര കരിമരുന്ന് പ്രയോഗവും ഉണ്ടായി. പുലർച്ചെ കൊടി ഇറങ്ങിയതോടെ താലപ്പൊലി സമാപിച്ചു. ഇതോടെ നിളയൊരു വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.